ഹലോ, എല്ലാവർക്കും ജസ്നസ് കുക്ക്ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ടിക്ക ബിരിയാണി തയ്യാറാക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്നൊക്കെ ഈസി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് കേട്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ്റെ ലെഗ് പീസാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ലെഗ് പീസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ മീഡിയം സൈസാക്കി കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ്റെ പീസസ് എടുക്കാം. അതല്ലെങ്കിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് എടുത്തിട്ട് മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തത് എടുത്താലും മതി. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് എടുത്തോളൂ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മാരിനേഷൻ ആദ്യം തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകത്തിൻ്റെ പൊടി 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മുടെ ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്തണം കേട്ടോ. ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ്റെ അളവിലാണ് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം പറയുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി അരച്ചതും കുറച്ച് വെളുത്തുള്ളി അരച്ചതും ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂണോളം തൈര്, നല്ല കട്ട തൈരാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് വരെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന തൈരിൽ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് അരിപ്പയിലൊന്ന് വെച്ചിട്ട് എക്സസ് ആയിട്ടുള്ള ആ ഒരു വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ അധികം പുളിയില്ലാത്ത തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. 1-2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങയുടെ നീരിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുത്താലും മതി. നമുക്കിതെല്ലാം അതും കൂടി കൈവച്ചൊന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കണം. എന്നിട്ട് ഒരു പേസ്റ്റ് പോലെ നമ്മൾ മസാല പുരട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമുക്കതങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിന് ശേഷം നമ്മൾ കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതിലിട്ടിട്ട് കൈവച്ച് തന്നെ നന്നായിട്ട് ചിക്കനുമ്മ ആ മസാല അങ്ങ് തിരുമ്പി പിടിപ്പിക്കണം. ഞാനിപ്പോൾ ഈ ചിക്കൻ്റെ പീസസുമ്മ സ്ലിറ്റൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ലിറ്റ് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി മസാല പെട്ടെന്ന് തന്നെ അതുമ്മലേക്ക് പിടിക്കും. പക്ഷേ ഈ ഒരു ബിരിയാണിക്ക് കുറച്ചധികം നേരം നമ്മൾ ചിക്കൻ മസാല പറ്റി വെക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കുറച്ചധികം നേരം തന്നെ നമ്മളിത് മസാല പരട്ടിയിട്ട് വെക്കണം. ചുരുങ്ങിയത് നമ്മളൊരു 3 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഓവർനൈറ്റാണ് ഇത് മാരിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ക്ലിംഗ് റാപ്പൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. 3 കപ്പ് ബസ്മതി അരിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. 3 കപ്പ് ബസ്മതി അരി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 പേർക്ക് കഴിക്കാനായിട്ടുള്ള ബിരിയാണി നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ബസ്മതി അരി നന്നായിട്ട് കഴുകി നമുക്കൊരു 1/2 മണിക്കൂർ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടുകെട്ടുള്ളൊരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായ ശേഷം 1-2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് നിരത്തി കൊടുക്കാം. ഫ്ലെയിം ഹൈയിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ചിക്കനൊക്കെ അതിൽ നിരത്തിയ ശേഷം നമ്മൾ മാരിനേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മസാല കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് പിന്നീട് അത് ഉപയോഗിക്കാനായിട്ട് ഉള്ളതാണ്. നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിത് ഫ്രൈ ചെയ്തിട്ടല്ല എടുക്കുന്നത്. ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളിതുപോലെ വീണ്ടും കുക്ക് ചെയ്യുക. 2-3 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആയി കിട്ടും. അതായത് ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് കിട്ടും. ഈ സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ചിക്കൻ ടിക്ക മസാലയ്ക്ക് നല്ല കളറ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഫുഡ് കളറൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് ഈ ഒരു കളറിൽ ഇരിക്കുന്നത് കേട്ടോ. ആ സെയിം പാനിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം 2 മീഡിയം സൈസുള്ള സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന അത്രയും സവാള നമുക്കിതിലേക്ക് ആവശ്യമില്ല. ഇപ്പോൾ 1 കിലോ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസുള്ള 2 സവാള എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇനഫായിരിക്കും. ഇനി നമുക്ക് ഈ സവാള നന്നായിട്ട് വാട്ടി നമുക്ക് എടുക്കണം. ഈ സമയത്ത് തന്നെ നമുക്ക്
അരി വേവിക്കാനായിട്ടുള്ള വെള്ളം ഞാൻ ദേ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറുകപ്പട്ട, കരയാമ്പൂ, ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ബേ ലീഫ് കറുകലയും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് സാജീരകം, നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന ജീരകം ഉണ്ടല്ലോ, സാജീരകവും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അവിടെ ഇരുന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ചിക്കൻ ഓൾറെഡി നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. അതായത് ഒരു വലിയ തക്കാളിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മളിപ്പോൾ ബിരിയാണിയൊക്കെ, നമ്മൾ കേരള സ്റ്റൈൽ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി തക്കാളി നമ്മൾ കൂടുതൽ ചേർക്കും. അത്രയും തക്കാളിയുടെ ആവശ്യമില്ല. ഇനി ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വാടി ഈ ഒരു മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിക്കട്ടെ. അപ്പോൾ അതെ, നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ആ മസാലയിലേക്ക് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിൽ ബാക്കിയുള്ള ആ ഒരു മാരിനേറ്റഡ് മസാലയുണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ഗരം മസാല, കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്തിട്ട് ബാക്കിയുള്ള ആ ഒരു ചേർത്ത് കൊടുത്തിട്ടുള്ള ബാക്കിയുള്ള മാരിനേറ്റഡ് മസാല അനുസരിച്ചിട്ട് വേണം നിങ്ങൾ അതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടിയിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കുക. അടുത്തതായിട്ട് ഞാൻ നേരത്തെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആ മസാലയ്ക്ക് ഒന്ന് ഇതാക്കിയെടുത്തിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. നമ്മൾ ആ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി എണ്ണ തെളിഞ്ഞ് വരണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുക. കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ടിക്ക മസാല ഒരു സ്പെഷ്യൽ ഫ്ലേവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് ഒന്ന് മൂടി വയ്ക്കുമ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. നമ്മുടെ അരി കുക്ക് ചെയ്യാനായിട്ടുള്ള വെള്ളം വെച്ചത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞ ശേഷം നമ്മൾ ചേർത്തിട്ട് ഇനി അരി കുക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ മസാലയിൽ ലോ ഫ്ലെയിമിൽ നമ്മൾ ഇട്ടിട്ട് കുക്ക് ചെയ്തിരുന്ന ആ മസാല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഈ മസാലയിലേക്ക് ചേർത്ത് നമുക്ക് യോജിപ്പിക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും നമുക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ബിരിയാണിയിലേക്ക് ചേർക്കുന്ന അത്ര മല്ലിയിലയും പുതിനയും വേണ്ട കേട്ടോ ഇതിലേക്ക്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു ചെറിയ പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു ചാർക്കോൾ നന്നായിട്ട് കത്തിച്ചിട്ട് വെച്ച് കൊടുത്ത ശേഷം ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ സ്മോക്ക് വരാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളത് അടച്ചു വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റും കൂടി നമ്മളൊന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇടാം. ഇപ്പോൾ നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് ഒരു അരിപ്പയിലേക്ക് ഊറ്റി മാറ്റി നമുക്ക് വെക്കാം. ബിരിയാണി ദം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളർ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുങ്കുമപ്പൂവ്, അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് റോസ് വാട്ടർ, 2 സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ബിരിയാണി ദം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ടിക്ക മസാലയാണിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിന മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ലെയർ ചെയ്തിട്ട് കൊടുക്കാം.
ഞാനിപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് ഇതുപോലെ ദം ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ലെയർ ചെയ്തിട്ട് വേണം ദം ചെയ്യാനായിട്ട്. അതായത് വേറെ ഒരു പാത്രം എടുക്കുക, ആദ്യം അതിൽ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക, പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക, പിന്നെ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക, ചിക്കൻ ഇട്ട് കൊടുക്കുക, പിന്നെ അതിൻ്റെ ഇടയിൽ നെയ്യും പിന്നെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഇത് നമ്മൾ ലെയർ ചെയ്തിട്ട് വേണം ദം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മളിവിടെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് അടിയിൽ ചിക്കൻ, മേലെ റൈസ് ഇട്ടിട്ട് അങ്ങനെ 2 ലെയറിലായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റൈസ് ഞാൻ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തു, അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ഇതുപോലെ ഇട്ട് കൊടുത്തു. നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന അത്രയും നെയ്യ് ഇതിലേക്ക് വേണ്ട. പിന്നെ മല്ലിയിലയും പുതിനയും ചെറുതാക്കി എരിഞ്ഞതും ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിൻ്റെ മേലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ മേലെ കുറച്ച് കൂടി റൈസ് ഇട്ട് കൊടുക്കാം. ആ റൈസും ഇതുപോലെ ഒന്ന് നന്നായിട്ട് നിരത്തി കൊടുക്കുക. അതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് നെയ്യിട്ട് കൊടുക്കുക. ബാക്കി ആ പാലിൻ്റെ മിക്സ് ഉള്ളതും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് പാലിൽ തന്നെ മിക്സ് ചെയ്യണമെന്നില്ല കേട്ടോ, തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്താലും മതി. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയും അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ലിഡ് വെച്ചിട്ടൊന്ന് മൂടുക. നല്ല ടൈറ്റായിട്ട് ഇരിക്കണം കേട്ടോ, ആ ലിഡ് മൂടി നല്ല ടൈറ്റായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് ദം ചെയ്യാം. അതിനുശേഷം ഒരു 15 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് തുറക്കാനായിട്ട്. ചിക്കൻ ടിക്ക ബിരിയാണി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഫസ്റ്റ് ലുക്കിൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ ഒരു സൈഡിൽ റൈസും ആ ചിക്കൻ്റെ മസാലയും കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് ഇത് ഒരു സർവിങ് ബൗളിലേക്ക് നമുക്ക് കുറച്ച് മാറ്റാം. റൈസൊന്നും തീരെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇപ്രാവശ്യം ഇതിനൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ബിരിയാണിയിൽ നിന്ന് ടേസ്റ്റ് നല്ല ഡിഫറെൻ്റാണ്. തയ്യാറാക്കാനായിട്ടാണെങ്കിലോ ഈസിയാണ്. ഈ ഒരു ബിരിയാണി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു സോ മച്ച്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.